ദൈവത്തിന്റെ വചനവുമായി ഈ ദേശത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച വലിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദേശത്ത് കുടുംബങ്ങളിലൊക്കെ സമാധാനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നാം കാണുവാൻ കഴിയുന്നത്. എവിടെ നോക്കിയാലും സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. കുടുംബത്തിനകത്തെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്തെ ഏത് കാര്യങ്ങളും നാം നോക്കിയാലും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ഓരോരുത്തരും ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോകത്തിന്റെ സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സത്യസുവിശേഷം പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട ഒരു കാലത്ത് ഞങ്ങളുമായിരുന്നു. എന്നാൽ ഞങ്ങൾ അനുഭവിച്ച ആ സമാധാനമാണ് നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമില്ലാതെ കുടുംബത്തിനകത്ത് ഒരുപക്ഷെ എല്ലാം ഉണ്ടായിട്ട് സമാധാനമില്ലാതെ ആരെങ്കിലും ഞങ്ങളെ ഈ ശ്രവിക്കുന്നെങ്കിൽ നിങ്ങളോടാണ് ദൈവം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന, നിങ്ങൾക്ക് സ്വസ്ഥത നൽകുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ അനേക ദൈവങ്ങൾ ഉണ്ടായിരിക്കെ മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന ഒറ്റ ദൈവമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ശത്രുവിനെ നിഗ്രഹിക്കാനാണ് പല ദൈവങ്ങളും ഈ ഭൂമിയിൽ വന്നതെങ്കിലും മനുഷ്യനായി മനസ്സിലാക്കി അവനായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ സ്നേഹത്തോടെ സമാധാനത്തോടെ അവനെ ആശ്വസിപ്പിക്കുന്ന ഏക സത്യദൈവം ഒന്നേ ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവർ, നാം നോക്കുകയാണ്, കുടുംബങ്ങളിൽ നോക്കി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പരസ്പരം സമാധാനിപ്പിക്കാൻ കഴിയാത്ത വ്യക്തികളുണ്ട്. ഒരാളെ പരസ്പരം കാണുമ്പോൾ കൈപ്പോടെയും വിദേശത്തോടെയും കാണുന്ന അനുഭവങ്ങൾ നമ്മൾ കുടുംബങ്ങൾ നോക്കി കാണുവാൻ കഴിയും. ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തിന് വേണ്ടി പലപ്പോഴും നാം മാധ്യമങ്ങളെ നോക്കുന്നു. പക്ഷെ എന്നാൽ നമ്മുടെ സമാധാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വാർത്തകളാണ് പലപ്പോഴും നമ്മൾ ഈ മാധ്യമങ്ങളോട് കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത് വിശുദ്ധ ബൈബിളാണ്. ഈ മനുഷ്യനെ സമാധാനം നൽകുന്ന നിങ്ങൾ ഏത് കഠിനമായ പാപത്തിൽ എന്റെ പാപങ്ങൾ ആര് ക്ഷമിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നവരാണോ? എന്നാൽ യേശു നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ പാപം എത്ര കഠിന ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു യേശു ഉണ്ട്. അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ ഈ സമയത്ത് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അടുക്കൽ സകലത്തിനുമുള്ള പരിഹാരമുണ്ട്. നിങ്ങളുടെ ഏത് വിഷയങ്ങളാട്ടെ യേശുവിന്റെ അടുക്കൽ നിന്ന് പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. എന്നാൽ അനേക ആത്മഹത്യ നമ്മൾ കാണുവാൻ കഴിയും. ചെറിയ വിഷയങ്ങൾക്ക് പോലെ കുഞ്ഞുങ്ങളാവട്ടെ സഹോദരിമാരുടെ ആത്മഹത്യ ആത്മഹത്യ പാപമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു ആത്മഹത്യ പാപമാണ്. പാപി സ്വർഗരാജ്യത്തിന്റെ പടിവാതിക്കൽ കടക്കയിലാണ് തിരുവചനം പറഞ്ഞത്. അതുകൊണ്ട് ആരെങ്കിലും ഈ സന്ദേശം ഞങ്ങൾ ശ്രമിക്കുമ്പോൾ വളരെ ഭാരത്തോടെ വിഷമത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശുവിന്റെ അടുക്കൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന് സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന യേശുവിന്റെ സന്ദേശം നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളുടെ ചിന്ത വലിയവ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.